സ്വാതന്ത്ര്യത്തിനായിട്ടുള്ള ബഹുജന മുന്നേറ്റം അല്ലെങ്കിൽ മാസ് മൂവ്മെന്റ് ഫോർ ഫ്രീഡം എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ എന്താ പറഞ്ഞത്? മഹാത്മാഗാന്ധി ഈ പറയുന്ന റൗലറ്റ് പ്രക്ഷോഭത്തിനെതിരെ വരുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന റൗലറ്റ് ആക്ടിനെതിരെ വരുന്നു, ജാലിയൻ വാലാബാഗ് നടക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് ഇന്ത്യയിൽ ഈ പറയുന്ന ദേശീയ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന ബ്രിട്ടീഷിനോടുള്ള എതിർപ്പ് എല്ലാ സ്ഥലങ്ങളിലോട്ടും എത്തുന്നു. അപ്പോൾ ഹിന്ദു മുസ്ലിം ഐക്യം വേണമെന്ന് പറഞ്ഞു. അതിന് വേണ്ടിയിട്ട് മഹാത്മാഗാന്ധി എന്ത് ചെയ്യുന്നു? ഖിലാഫത്ത് പ്രസ്ഥാനത്തുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നു. അതുപോലെ നമ്മൾ നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് കൊണ്ടുവരുന്നു. നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് അവസാനിക്കുന്നു ചൗരി ചൗര സംഭവത്തോടു കൂടി. ആ സമയത്ത് നമ്മുടെ CR ദാസും മോത്തിലാൽ നെഹ്റുവും കൂടെ സ്വരാജ് പാർട്ടി ആരംഭിക്കുന്നതും അതുപോലെ തന്നെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അവർ പങ്കെടുത്തുവെന്നും അങ്ങനെ ഒരു വശത്തൂടെ എതിർത്തുകൊണ്ടും ഒരു വശത്തൂടെ ഇതിൽ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടും നമ്മുടെ ഇന്ത്യൻ ദേശീയ പ്രക്ഷോഭങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയം. അപ്പോൾ 22 ആയപ്പോഴത്തേക്കും ചൗരി ചൗര പോലീസ് സ്റ്റേഷൻ കത്തിച്ച കേസ് വരുന്നു. അതുപോലെ എന്ത് ചെയ്യുന്നു? മഹാത്മാഗാന്ധി നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് പിൻവലിക്കുകയും ചെയ്യുന്നു. പക്ഷെ ആ സമയത്തും ഇന്ത്യയുടെ മറ്റ് പല സ്ഥലങ്ങളിലും ബ്രിട്ടീഷിനെതിരെയുള്ള പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടേയിരുന്നു. അത്തരത്തിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു സംഭവമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന റംപ റബലിയൻ. എന്തുവാണ് റംപ റബലിയൻ എന്ന് പറയുന്നത്? ഓക്കെ, നമ്മളതിനെ എന്ത് വിളിക്കും? റംപ റബലിയൻ. നമ്മളതിന് മലയാളത്തിൽ പറയുന്ന പേരും മലയാളത്തിൽ എന്ത് തന്നെയാണ്? റംപ റബലിയൻ എന്ന് തന്നെ, റാംപ റബലിയൻ. അപ്പോൾ ഈ റംപ റബലിയൻ എന്ന് വെച്ചാൽ എന്തുവാണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും നമ്മുടെ രാജമൗലിയുടെ RRR എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടോ? RRR അല്ലേ? ഈ പറയുന്ന RRR സിനിമയുടെ ക്ലൈമാക്സ് സീനിൽ കാണുന്ന ഒരു ഫോട്ടോയാണിത്. ഇത് കണ്ടപ്പോൾ കുറേ പേര് പറഞ്ഞു ഇത് ശ്രീരാമനെ ഉദ്ദേശിച്ചാണെന്നും പിന്നീട് പറഞ്ഞ ക്ലാരിഫിക്കേഷൻ വന്നു ഇത് ശ്രീരാമനല്ല, ഇത് അല്ലൂരി സീതാരാമ രാജുവാണ്. ആരാണ്? അല്ലൂരി സീതാരാമ രാജുവാണ് ഈ കാണുന്ന വ്യക്തി ഉദ്ദേശിച്ചത്. അപ്പോൾ ആരായിരുന്നു അല്ലൂരി സീതാരാമ രാജു? എന്തായിരുന്നു റംപ റബലിയൻ എന്നും പറയുന്നത്? അപ്പോൾ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ, ഇപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോർത്ത് ഇന്ത്യയിലാണ്. അപ്പോൾ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ പ്രധാനമായിട്ട് നടന്ന ഒരു ട്രൈബൽ റബലിയൻ എന്ന് നമുക്ക് വേണമെങ്കിൽ എന്തിനെ പറയാം? റംപ റബലിയനെ പറയാം. അപ്പോൾ ചൗരി ചൗര സംഭവം നടന്ന 1922 തന്നെയാണ്. നിങ്ങൾക്ക് ആലോചിച്ചാൽ മതി. RRR സിനിമയല്ലേ, അതിൽ 6 എന്ന് എഴുതുന്ന ഇങ്ങനെയല്ലേ, ഈ പറഞ്ഞ ഒരു വരയിട്ടിട്ട് ഇങ്ങനെയല്ലേ. അപ്പോൾ അവസാനം RR 22 എന്നിങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് വയ്ക്കാം. അപ്പോൾ റംപ റബലിയനിലെ 3 R അല്ലേ, 3 R. അപ്പോൾ ആദ്യത്തെ 6 റംപ റബലിയൻ 22, 1922 റംപ റബലിയൻ. ആരാണ്? സീതാരാമ രാജു. കാരണം ശ്രീരാമനെ പോലെ ഇതില്ലേ, അപ്പോൾ ശ്രീരാമന്റെ വൈഫാണ് സീത. അപ്പോൾ സീതാരാമ രാജുവാണ് എന്ത് ചെയ്യുന്നത്? നടത്തുന്നത്. ഇതെന്താണ്? ഇറ്റ് വാസ് എ ട്രൈബൽ. ഓക്കെ, ട്രൈബൽസ് വെയർ ഡ്രിവൺ ടു അജിറ്റേഷൻ ബൈ ദ ബ്രിട്ടീഷ് ഫോറസ്റ്റ് ലോ. അതായത് ബ്രിട്ടീഷിന്റെ ഫോറസ്റ്റ് നിയമം അനുസരിച്ച് അവർക്ക് അവരുടെ ഈ പറയുന്ന കന്നുകാലികളെ കാട്ടിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇങ്ങനെ അഴിച്ചുവിടാൻ, ഗ്രേസ് ചെയ്യാനായിട്ട് പുല്ല് തിന്നാനായിട്ട് നമ്മൾ മേയാൻ വിടാനായിട്ട് പറ്റാത്തൊരു നിയമം വന്നു. അപ്പോൾ അതിനെതിരെ ഇവരൊക്കെ കാറ്റൽസിനൊക്കെ വളർത്തുന്ന ആൾക്കാരാണ്. അപ്പോൾ അത് മാത്രമല്ല, ഈ പറയുന്ന ബ്രിട്ടീഷുകാരുടെ എക്സ്പ്ലോയിറ്റേഷനും അതുപോലെ മണി ലെൻഡേഴ്സിൻ്റെ എക്സ്പ്ലോയിറ്റേഷനൊക്കെ എതിരായിട്ട് ഒരു അപ്രൈസിങ് ഉണ്ടാവുന്നു, ഒരു പ്രക്ഷോഭം ഉണ്ടാവുന്നു. അതിൻ്റെ നേതാവാണ് ആര്? നമ്മുടെ അല്ലൂരി സീതാരാമ രാജു. അപ്പോൾ RRR റംപ റബലിയൻ 1922, 2R വെച്ച് ഓർത്ത് വയ്ക്കാം. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് 2500 സ്ക്വയർ മൈൽ ഓഫ് ലാൻഡ് എന്ത് ചെയ്തു? ഇവരുടെ കീഴിൽ ഇവരെന്ത് ചെയ്തു? ഇവർ ആംഡ് റബലിയനിലൂടെ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ മുന്നേ പഠിച്ചുള്ള ഗറില്ല വാർഫെയർ പോലുള്ള പ്രക്രിയകളിലൂടെ ഇവരെന്ത് ചെയ്തു? പിടിച്ചു വെച്ചിരുന്നു. പക്ഷേ ആസ് യൂഷ്വൽ ബ്രിട്ടീഷ് എന്ന് പറയുന്നത് അത്ര ചില്ലറക്കാരായിരുന്നില്ല. അവരെ എതിർത്ത് ഇതുപോലത്തെ ഒരു ചെറിയ ഗ്രൂപ്പിന് നിൽക്കാൻ പറ്റത്തില്ല. പക്ഷേ അവരവരുടെ ധൈര്യം കൊണ്ടവർ കുറേ കാലം നിന്നു. എങ്കിലും നമ്മുടെ MSP അഥവാ മലബാർ സ്പെഷ്യൽ പോലീസും ആസാം റൈഫിൾസിനെയൊക്കെ ഇറക്കിയിട്ട് എന്ത് ചെയ്യുന്നു? ഈ റബലിയൻ അടിച്ചമർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചൗരി ചൗര ഇൻസിഡൻറ്റിലോട് കൂടിയിട്ട് നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് ഒക്കെ പിൻവലിച്ചെങ്കിലും ജനങ്ങൾ അപ്പോഴും എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? അവരെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ബ്രിട്ടീഷിനെ എതിർക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അതിൻ്റെ ഒരു ഉദാഹരണമാണ് റംപ റബലിയൻ എന്ന് പറയുന്നത്. 1922 ആരാണ്? സീതാരാമ രാജുവാണ് നടത്തുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ നേതാവ് അവസാനം എന്ത് ചെയ്യുന്നു? അദ്ദേഹം കൊല്ലപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇതാണ് റംപ റബലിയൻ എന്ന് പറയുന്നത്. അപ്പോൾ റംപ റബലിയൻ ഓക്കെ ആണല്ലോ. സോ ഓൾദോ ദ നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് വാസ് കോൾഡ് ഓഫ് ഫോളോയിങ് ദ ചൗരി ചൗര ഇൻസിഡന്റ്, enthusiasm it created persisted among the people. എന്ന് വെച്ചാൽ എന്താ? അതുണ്ടാക്കിയ ആ ഒരു ആർജവം ജനങ്ങളിൽ അപ്പോഴും ഉണ്ടായിരുന്നു. ആന്റി ബ്രിട്ടീഷ് പ്രൊട്ടസ്റ്റ് എന്ത് ചെയ്തു? കണ്ടിന്യൂ ചെയ്തു പല ഭാഗങ്ങളിലായിട്ട്. അതിൽ ആന്ധ്രാപ്രദേശിൽ നടന്ന ഒരു ഉദാഹരണമാണ് റംപ റബലിയൻ എന്ന് പറയുന്നത്. റംപ റബലിയൻ എവിടെയാണ്? ആന്ധ്രയിലാണ്. അത് നമുക്ക് ഈ പറയുന്ന സിനിമയും രാജമൗലിയൊക്കെ എല്ലാവരും അറിയാമല്ലോ. അപ്പോൾ ആന്ധ്രയെന്ന് ഊഹിക്കാമല്ലോ അല്ലേ?
അപ്പോൾ അല്ലൂരി സീതാരാമരാജുവാണ് ഇത് നയിച്ചത്. എന്താണ്, ട്രൈബൽസ് ആയിരുന്നു അജിറ്റേഷന് മുന്നിൽ ഉണ്ടായിരുന്നത്. ബ്രിട്ടീഷുകാരുടെ വന നിയമങ്ങളും അതുപോലെ തന്നെ എന്താണ് അവരുടെ ഈ പറയുന്ന മണി ലെൻഡേഴ്സിന്റെ എക്സ്പ്ലോയിറ്റേഷനുമാണ് കാരണം. അങ്ങനെ ഏതാണ്ട് 2500 സ്ക്വയർ മൈൽ ഓഫ് ലാൻഡ് ഇവരുടെ കൺട്രോളിലോട്ട് മാറുന്നു. പക്ഷെ പിന്നീട് മലബാർ സ്പെഷ്യൽ പോലീസിനെയും ആസാം റൈഫിൾസിനെയും ഉദ്ദേശിച്ച് ഇറക്കിയിട്ട് ഈ പറയുന്ന പ്രൊട്ടസ്റ്റ് നിൽക്കുന്നു. എന്നാൽ പല സ്ഥലങ്ങളിലും സ്റ്റുഡൻറ് അല്ലെങ്കിൽ യൂത്ത് മൂവ്മെന്റ്സ്, എവിടെയും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആദ്യം ഇറങ്ങുന്നത് യുവാക്കളായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ യൂത്ത് സ്റ്റുഡൻറ് മൂവ്മെന്റുകൾ ഇന്ത്യയിൽ അപ്പോഴും പല സ്ഥലങ്ങളും നടന്നിരുന്നു. നമ്മുടെ ജവഹർലാൽ നെഹ്റുവും സുഭാഷ് ചന്ദ്രബോസും ഒക്കെ ഈ പറയുന്ന രാജ്യം മുഴുവൻ ട്രാവൽ ചെയ്ത് ഈ പറയുന്ന ആൾക്കാരെയൊക്കെ അഡ്രസ്സ് ചെയ്ത് അവരെയൊക്കെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം അവർക്കറിയാം നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് നിർത്തിയെങ്കിലും ഉടനെ ശക്തമായ ഒരു മൂവ്മെന്റുമായി തിരിച്ചെത്തിയില്ലെങ്കിൽ ബ്രിട്ടീഷുകാർ നമ്മളെ ആ ഒരു കാലത്തും സ്വാതന്ത്ര്യം തരില്ല എന്ന് മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ അതിൻ്റെ വഴികൾ അവരൊരു വശത്തോട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഇടയ്ക്കാണ് ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യക്കാരെ അനുനയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു നമ്പർ ഇറക്കുന്നത്. ആ നമ്പറിൻ്റെ പേരാണ് സൈമൺ കമ്മീഷൻ. നിങ്ങൾക്കറിയാം 1919 റൗലറ്റ് നിയമം, അതുപോലെ 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിയമം. ഇത് രണ്ടും ഏതാണ്ട് ഒരുപോലത്തെ വരുന്ന നിയമങ്ങൾ തന്നെയാണ്. എങ്കിലും ഈ രണ്ട് നിയമങ്ങളും വന്നു. പക്ഷേ നമ്മുടെ ഇന്ത്യക്കാർ അതിനെ എതിർക്കുകയാണ് ചെയ്തത്. സോ ഈ എതിർപ്പ് മാറ്റാനായിട്ട് അവരെന്ത് ചെയ്തു, ഇതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നു. കമ്മീഷൻ്റെ പേരാണ് എന്ത്, സൈമൺ കമ്മീഷൻ. എന്ത് കമ്മീഷനാണ്, സൈമൺ കമ്മീഷൻ. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്കിവിടെ തുടരുന്ന ജനകീയ സമരങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതിൽ പുതിയ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് കേട്ടതുകൊണ്ട് മനസ്സിലാവാത്ത കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾ അരങ്ങേറി. ആന്ധ്രയിലെ ഗോത്ര ജനതയുടെ സമരം ഇതിന് ഉദാഹരണമാണ്. അല്ലൂരി സീതാരാമരാജുവിൻ്റെ നേതൃത്വത്തിലായിരുന്നു എന്താണ് രംഭ ലഹള എന്ന പേരിൽ സമരം അറിയപ്പെടുന്നത്. ബ്രിട്ടീഷിൻ്റെ വന നിയമങ്ങൾക്ക് കാരണമായിരുന്നു. ഇതൊക്കെ മനസ്സിലാവുമല്ലോ. ഇംഗ്ലീഷ് ആയാലും മലയാളം ആയാലും ഇവിടെ വലിയ വ്യത്യാസമൊന്നും വരാൻ പോകുന്നത്. 2500 ചതുരശ്ര കിലോമീറ്റർ ഇവരുടെ കീഴിലായിരുന്നു. ആസാം റൈഫിൾസിനെയും അതുപോലെ മലബാർ സ്പെഷ്യൽ പോലീസിനെയൊക്കെ ഇറക്കിയിട്ട് ഇതിനെന്തെങ്കിലും അടിച്ചമർത്തുന്നു. അതുപോലെ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ നടന്നിരുന്നു. പിന്നെ വരുന്നതാണ് സൈമൺ തിരിച്ചു പോവുക അഥവാ സൈമൺ ഗോബാക്ക് എന്നതിൽ നമുക്ക് പഠിക്കാൻ പോകുന്നതാണ് സൈമൺ കമ്മീഷൻ. അപ്പോൾ എന്താണ് സൈമൺ കമ്മീഷൻ? 1919 വന്ന നിയമത്തിനെതിരെ നമുക്ക് ഈ പറയുന്ന പ്രക്ഷോഭങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ. 22 നല്ല കത്തിക്കയറുന്നു. അവർക്ക് മനസ്സിലായി നമ്മൾ അങ്ങനെ അങ്ങ് വിട്ട് കഴിഞ്ഞാൽ ഓമാർ ഒരുമിച്ച് കൂടി വന്ന് നമുക്കിട്ട് പണി തരും. അപ്പോൾ അവരെന്ത് ചെയ്തു, നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് മൊത്തം ബ്രിട്ടീഷുകാരെ വെച്ചുകൊണ്ട് ഒരു കമ്മീഷൻ അയക്കുന്നു. 1927 നവംബറിലാണ് ഈ കമ്മീഷൻ എന്ത് ചെയ്യുന്നത്, രൂപീകരിക്കുന്നത്. അവർ തൊട്ടടുത്ത വർഷം 1928 ഫെബ്രുവരി 3 എന്ത് ചെയ്യുന്നു, ഇന്ത്യയിലേക്ക് എത്തുന്നു. അപ്പോൾ കമ്മീഷനെയൊക്കെ നിയോഗിച്ചു. ബ്രിട്ടീഷുകാർ നമ്മുടെ കോൺഗ്രസ് നേതാക്കളെയൊക്കെ അറിയിച്ചു, നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തുണ്ടെങ്കിലും ഞങ്ങൾ പരിഹരിക്കുമല്ലോ, ഞങ്ങൾ എന്ത് ചെയ്യുക, ഒരു കമ്മീഷൻ അയക്കുക. അപ്പോൾ ഇന്ത്യക്ക് വിചാരിച്ചു കൊള്ളാം, കമ്മീഷൻ വരെയല്ലേ, അവർ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല എന്തിനാണ് വേണ്ടിയിട്ട് അവർ വരുന്നത്, കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് നടത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല കാര്യമല്ലേ എന്ന് പറഞ്ഞ് ചോദിച്ചു. ആരാ വരുന്നത്? അത് ഒരു 7 പേരാണ് വരുന്നത്. എത്ര പേരാണ് വരുന്നത്? 7 പേരാണ്. അപ്പോൾ നോക്കാം, 1927 രൂപീകരിച്ച്. അപ്പോൾ എത്ര പേരുണ്ട്? 7 പേരുണ്ട്. ആരൊക്കെ 7 പേര്? അതിൽ ആദ്യം വരുന്നത് നമ്മുടെ ജോർജ് സൈമൺ ആണ്, സർ ജോർജ് സൈമൺ. അപ്പോൾ നമ്മുടെ നെഹ്റു ഒക്കെ പറഞ്ഞു ആയിക്കോട്ടെ സൈമൺ വന്നോട്ടെ. ബാക്കി 6 പേരൊക്കെ അത് നമ്മളെ പറ്റി നമ്മുടെ ഈ 6 പറ്റ സിനിമയിൽ പറഞ്ഞ പോലെ ഞാനും സുഭദ്രയും മറ്റവരും കൂടി എന്ന് പറയും പോലെ ഈ പറയുന്ന ബ്രിട്ടീഷുകാരെല്ലാവരും കൂടി ചേർന്ന് ഒരു 7 പേരെ അങ്ങോട്ട് അയക്കുകയാണ്. ഈ 7 പേര് പുറത്തുനിന്ന് വരുന്ന ഇവന്മാർക്ക് ഇന്ത്യയിലെ പ്രശ്നം വല്ലതും അറിഞ്ഞുകൊണ്ട്. അപ്പോൾ ഉരുടായ്പാണെന്ന് കോൺഗ്രസ്സുകാർക്ക് മനസ്സിലായി. സംഭവം എന്താണ്, നമ്മളെ വീണ്ടും കുപ്പി തുറക്കാനുള്ള പരിപാടിയാണ്. ഇന്ത്യക്കാർ പറഞ്ഞു, കോൺഗ്രസ് പറഞ്ഞു കൈ വെച്ചാൽ മതി. എന്താണ്, ഇന്ത്യക്കാർക്കുള്ള കമ്മീഷൻ ഇന്ത്യക്കാരെ ഒഴിച്ച് നിങ്ങൾ നടത്തിയാൽ മതി, അല്ലാതെ എന്ത് ചെയ്യുക, പലയിടത്തുനിന്നും കുറേ സായിപ്പന്മാരെ കൊണ്ടുവന്ന് അവന്മാരെ നാട് മൊത്തം നടത്തി കാണിച്ചിട്ട് ടാറ്റയും കൊടുത്ത് വിട്ടിട്ട് എന്തെങ്കിലും റിപ്പോർട്ട് എഴുതി വന്ന പരിപാടി പറ്റത്തില്ല. അപ്പോൾ സൈമൺ കമ്മീഷൻ 1927 അപ്പോയിന്റ് ചെയ്യുന്നു. 1928 ഇന്ത്യയിൽ എത്തുന്നു. അപ്പോൾ 27 വന്ന കമ്മീഷനിൽ 7 അംഗങ്ങൾ ആരാണ്? ഹെഡ് സർ ജോർജ് സൈമൺ. അതുകൊണ്ടാണ് സൈമൺ കമ്മീഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് വരുന്നത്? കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസിന് വേണ്ടിയിട്ടാണ്, പരിഷ്കാരങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ് വരുന്നത്. പക്ഷേ 7 പേരും എന്തായിരുന്നു? ബ്രിട്ടീഷുകാരായി. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ് പറഞ്ഞു നഹി ചലേഗ, അബി നഹി ചലേഗ, എന്താണ് ഇത് പരിപാടി ശരിയാവൂല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ പറയുന്ന എന്താണ് കോൺഗ്രസ്, മുസ്ലിം ലീഗ് അടക്കമുള്ള എല്ലാ സംഘടനകളും ഇതിനെ എതിർത്തു. അപ്പോൾ ബ്രിട്ടീഷുകാർ പറഞ്ഞു നീ എതിർക്കണമെങ്കിൽ എതിർത്തോ, ഞങ്ങൾ ആളെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ പറയും നീ വാ, നമുക്ക് എന്ത് ചെയ്യാം, 19 ഞങ്ങൾക്ക് മനസ്സിലായി, ഹർത്താൽ നടത്തി വിജയിപ്പിക്കാൻ നമ്മൾ ഇന്ത്യക്കാരെ കഴിഞ്ഞിട്ടേ ആൾക്കാരുള്ളൂ. അങ്ങനെ എന്ത് ചെയ്തു, ഇവന്മാർ ഇന്ത്യയിൽ വരുന്ന 1928 ഫെബ്രുവരി 3 നമ്മൾ എന്ത് ചെയ്തു, ഹർത്താലിന് ആഹ്വാനം ചെയ്തു. ഹർത്താൽ എന്ന് വെച്ചാൽ നല്ല സൂപ്പർ ഹർത്താലായിരുന്നു. ദ കൺട്രി ഒബ്സർവ്ഡ് എ ഹർത്താൽ on the day of the commission arrived February 3, 1928. The streets across India resounded with the slogan Simon go back. അതായത് മുദ്രാവാക്യം എന്തായിരുന്നു? ഗോ ബാക്ക് സൈമൺ ഗോ ബാക്ക്. ഇതായിരുന്നു സംഭവം. ആ ഗോ ബാക്ക് ഇല്ലായിരുന്നു. നമ്മൾ വേറെ ബുക്കുകൾ വായിക്കുമ്പോൾ ഒരു ഗോ ബാക്കും കൂടെ ഉണ്ട് കേട്ടോ. ഗോ ബാക്ക് സൈമൺ ഗോ ബാക്ക്. സൈമൺ നീ എന്ത് ചെയ്യണം, നിങ്ങൾ കൂടും കൂടൊക്കെ എടുത്ത് തിരിച്ചു പൊക്കോളുന്നായിരുന്നു കമ്മീഷനെ എതിർത്ത് നമ്മളെ മുദ്രാവാക്യമൊക്കെ വിളിച്ചത്.
സമരമാണ്, ഹർത്താലാണ്, ബ്രിട്ടീഷുകാർ നോക്കിക്കൊണ്ടിരിക്കുകയില്ല. അവരെന്ത് ചെയ്തു? അവർ പട്ടാളത്തിനെ ഇറക്കി വിട്ടു, അടിച്ചു അമർത്തി. അങ്ങനെ ലാഹോറിൽ വെച്ചുള്ള പ്രക്ഷോഭം ഭയങ്കര ക്രൂരമായിട്ട് മാറി. അവിടെ വെച്ച് നിങ്ങൾ ഈ പേര് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ, ലാലാ ലജ്പത് റായ്. അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഈ സമരത്തിൽ നെഞ്ചിൽ ലാത്തി കൊണ്ടുള്ള അടി കിട്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഇഞ്ചുറി ആകുന്നു. അദ്ദേഹം അവസാനം എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞ പ്രശ്നം കാരണം മരിക്കുകയും ചെയ്യും. അങ്ങനെ ആകെ മൊത്തം സംഭവം എന്തായി? വഷളായി. ഇവർ പിന്നീട് 31 എന്തോ റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അത് പഠിക്കാനായിട്ട് വീണ്ടും കമ്മീഷൻ വരും. നമ്മൾ പിന്നീട് പഠിക്കും. കമ്മീഷൻ അങ്ങ് പോയിക്കോട്ടെ. അപ്പോൾ കമ്മീഷൻ വന്നു. പാവൻ ലാലാ ലജ്പത് റായ്ക്ക് എന്ത് കിട്ടി? അടി കിട്ടി. അദ്ദേഹം എന്ത് ചെയ്തു? മരിച്ചു പോവുകയും ചെയ്തു. അപ്പോഴും ബ്രിട്ടീഷുകാർ, നമ്മൾ ഈ പറഞ്ഞല്ലോ, നമ്മൾ ഇന്ത്യക്കാർ പോയി ജവഹർലാൽ നെഹ്റു പോയിട്ട് പറഞ്ഞല്ലോ, ഏട്ടാ നമ്മൾ ഇന്ത്യക്കാരെ കൊണ്ടുവന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, കമ്മീഷൻ ഉണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ ഒഫീഷ്യൽസ് പറഞ്ഞത്, നിങ്ങൾ ഇന്ത്യക്കാർക്ക് ഈ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ട് എന്തറിയാം? നിങ്ങൾ എന്താണ് പരിഷ്കാരം ഇല്ലാത്ത വിവരം കേട്ട കുറച്ച് ആൾക്കാരല്ലേ, നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന പരിപാടി അല്ല എന്ന് പറഞ്ഞു. ആര്? ബ്രിട്ടീഷുകാർ. സോ ദ ബ്യൂറോക്രാറ്റ് ഫ്രീക്വൻലി ക്ലെയിംഡ് ദാറ്റ് ഇന്ത്യൻസ് വെയർ ഇൻകേപ്പബിൾ ഓഫ് ഫ്രെയിമിംഗ് റോബസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ റിഫോംസ്. അല്ലേ, നിങ്ങൾ തമ്മിൽ പശുവിനെ നോക്കി അല്ലെങ്കിൽ ഈ പറഞ്ഞ കാളയെ നോക്കി ചാണകം വരെ നടക്കുന്ന നിങ്ങളെ കൊണ്ട് ഇതൊക്കെ കൂട്ടിയാൽ കൂടുമായി, നിങ്ങളെ കൊണ്ട് ഇതൊക്കെ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് അവരെന്ത് പറഞ്ഞു? ബ്രിട്ടീഷ് ബ്യൂറോക്രാറ്റ്സുകൾ അവർ ഭയങ്കര ഈ പറയുന്ന കോമഡി എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന ജവഹർലാൽ നെഹ്റു ആയിക്കോട്ടെ, നമ്മൾ ഈ പറയുന്ന പല ആൾക്കാരും ഇവന്മാരുടെ ഇംഗ്ലണ്ടിൽ തന്നെ പോയിട്ട് ഈ പറയുന്ന നിയമബിരുദമൊക്കെ നേടിയവരാണ്. നമ്മൾ അംബേദ്കറൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അവർ ചെയ്യാന്ന് പറഞ്ഞ പോലെ നിങ്ങളെ കൊണ്ടൊന്നും പറ്റൂല എന്ന് പറഞ്ഞു. എന്നാൽ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജവഹർലാൽ നെഹ്റുയുടെ പിതാജി ആരാണ്? മോത്തിലാൽ നെഹ്റുവും ടീമും കൂടി ചേർന്നിട്ട് പൂനെയിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഒരു കോൺഫറൻസ് കൂടിയിട്ട് ഒരു റിപ്പോർട്ട് കൊണ്ടുവരുന്നു. അതിൻ്റെ പേരാണ് നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട്. അതായത് ഇന്ത്യക്കാരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്കുണ്ടാക്കാൻ അറിയാം എന്ന് തെളിയിക്കാനായിട്ട് ആദ്യമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ പോലെ ഒരു കരട് രേഖയായിട്ട് ഇന്ത്യക്കാർ വന്നതാണ് എന്ത്? നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട്. അപ്പോൾ ഇത് നിർമ്മിച്ചായിരുന്നു വെച്ചാൽ ജവഹർലാൽ നെഹ്റു എന്ന് പറയരുത്, അതാരാണ്? മോത്തിലാൽ നെഹ്റു ആണ്. ഓക്കെ, അപ്പോൾ ആ നെഹ്റു ആരാണ്? മോത്തിലാൽ നെഹ്റു ആണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, പ്രിപ്പയർഡ് റിപ്പോർട്ട് ഓൺ constitutional reforms. A committee was under the leadership of Motilal Nehru drafted a constitution reforms report known as the Nehru Committee report. Okay, ഈ റിപ്പോർട്ട് പിന്നീട് നമുക്ക് എന്ത് ചെയ്തു? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്ത കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയൊക്കെ വന്നപ്പോൾ ഇവിടെ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് സൈമൺ കമ്മീഷൻ്റെ പ്രശ്നങ്ങൾ നടക്കുന്നത്. അപ്പോൾ എന്തുവാണ് സൈമൺ കമ്മീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിൽ നടപ്പാക്കേണ്ട ഭരണഘടനാ പരിഷ്കരണങ്ങളെ പറ്റിയിട്ട് നിർദ്ദേശങ്ങൾ നൽകാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഭരണകൂടം നിയമിച്ച കമ്മീഷനായിരുന്നു സർ ജോർജ് സൈമന്റെ നേതൃത്വത്തിലുള്ള സൈമൺ കമ്മീഷൻ എന്ന് പറയുന്നത്. 7 ബ്രിട്ടീഷുകാരായിരുന്നു അതിനകത്തുണ്ടായിരുന്നത്. എത്ര പേരുണ്ടായിരുന്നത്? 7 ബ്രിട്ടീഷുകാരായിരുന്നു അതിനകത്തുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് എന്ത് ചെയ്തു? അത് ബഹിഷ്കരിച്ചു. അപ്പോൾ കമ്മീഷൻ ഇന്ത്യയിലെത്തിയ ദിവസമായിട്ടുള്ള 1928 ഫെബ്രുവരി മാസം 3-ാം തീയതി രാജ്യത്തുടനീളം ഹർത്താൽ ആചരിക്കാൻ തീരുമാനിച്ചു. സൈമൺ തിരിച്ചു പോവുക എന്നതായിരുന്നു മുദ്രാവാക്യം എന്ന് പറയുന്നത്. നടക്കുന്നു. ലാത്തി ചാർജ് ലാഹോർ പാകിസ്ഥാനിൽ വെച്ചിട്ട് ഉള്ള ലാത്തി ചാർജിൽ ലാലാ ലജ്പത് റായ് മരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ കമ്മീഷൻ ഫെയിലായി. അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കി കാണിച്ചിട്ടെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഈ പറയുന്ന ഇന്ത്യക്കാരെ കൊണ്ടിട്ട് ഒരു ഭരണഘടന നിർമ്മിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് ബദലായിട്ടാണ് മോത്തിലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്യുന്നു? നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കുന്നു. അതെന്ത് ചെയ്യുന്നു? വയ്ക്കുന്നു. അങ്ങനെ 28 കടന്നു പോകുന്നു. ഓക്കെ, വർഷം അങ്ങനെ പ്രശ്നങ്ങളായിട്ട് പോവുക. അതേസമയം എന്ത് വരുന്നു? നമ്മുടെ ഇന്ത്യയിൽ പുതിയൊരു നേതാവിൻ്റെ ഉദയം സംഭവിക്കുകയാണ്. നമ്മുടെ ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ, സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. അന്ന് സർദാർ വല്ലഭായ് പട്ടേൽ അല്ല, വെറും വല്ലഭായ് പട്ടേൽ ഗുജറാത്തിലെ ഒരു നേതാവായിരുന്നു. അല്ല, ഗുജറാത്തിലെ ഒരു മെയിൻ ആളായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ചേട്ടനുണ്ട് വിത്തലഭായ് പട്ടേൽ. അദ്ദേഹം നിയമ ഡിഗ്രിയൊക്കെ നേടിയ ഒരു വ്യക്തിയായിരുന്നു. അബ്ബാസ് തിയാബ്ജി, അദ്ദേഹം ബോംബെ ഹൈക്കോടതിയിലെ ജഡ്ജൊക്കെ ആയിരുന്ന വ്യക്തിയാണ്. അപ്പോൾ ഈ പറയുന്നത് നിങ്ങൾ ആലോചിക്കണം, ഈ സമരത്തിന് ഇറങ്ങിയിരിക്കുന്ന ആൾക്കാർ നിസ്സാരക്കാരല്ല, ഹൈ ഗവൺമെൻറ് പൊസിഷൻസിലൊക്കെ ഇരുന്നവരാണ്. നമ്മൾ ഈ ജാലിയൻവാലാ ബാഗ് മാസക്കർ പോലുള്ള കാര്യങ്ങൾ നടന്നപ്പോഴത്തേക്കാണ് അവർക്ക് മനസ്സിലായത് ഇന്ത്യക്കാർക്ക് അവർ എന്ത് വിലയാണ് കൊടുത്തേക്കുന്നതെന്ന്. അപ്പോൾ നമ്മൾ ബ്രിട്ടീഷിൻ്റെ ശമ്പളവും വാങ്ങിച്ച് അവന്മാർ കൂടെ നിന്നാൽ നമ്മുടെ നാട്ടുകാർക്ക് നമുക്കൊരു വിലയില്ലെന്ന് മനസ്സിലാക്കി അവരെന്ത് ചെയ്യുന്നു? അത്രയും ഉന്നത പദവികളൊക്കെ കളഞ്ഞിട്ടാണ് ഈ സമരത്തിന് ഇറങ്ങുന്നത്. അതാണ് നമ്മുടെ ഇന്ത്യയുടെ പ്രത്യേകത അല്ലേ? നമ്മൾ മിണ്ടാൻ നിന്നു, പക്ഷേ പ്രശ്നം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? എല്ലാവരും ഒരുമിച്ച് നിൽക്കും അല്ലേ? അവിടെ ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനിയും ഒന്നും നമ്മൾ എന്ത് ചെയ്യാറില്ല, നോക്കാറില്ല. അതിവിടെ മനസ്സിലാക്കാൻ പറ്റും അല്ല. അബ്ബാസ് തിയാബ്ജി എന്ന് പറയുന്ന അദ്ദേഹം മുസ്ലിമാണ്, വല്ലഭായ് പട്ടേൽ ഹിന്ദുവാണ്. ഇങ്ങനെയുള്ള ഒരുപാട് മതസ്ഥർ ഒരുമിച്ച് ചേർന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രക്ഷോഭം നടത്തുന്നത്. അപ്പോൾ ബർദോളി പെസന്റ് മൂവ്മെൻ്റ് ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ബർദോളി പെസന്റ് മൂവ്മെൻറ്റും ഇപ്പോൾ തന്നെയാണ് സൈമൺ കമ്മീഷൻ വന്ന 1928 തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്റർ കഴിയാറാകുമ്പോൾ നമുക്കൊരു ടൈം ലൈൻ നിർമ്മിച്ച് പഠിക്കാം. ഓക്കെ, ടൈം ലൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്കറിയാം 1915 എന്ത് നടന്നു, 1917 എന്ത് നടന്നു, 1918 ഇവൻറ്റുകളൊക്കെ നമ്മൾ പഠിച്ചില്ലേ? അപ്പോൾ വർഷം മാറിപ്പോകുമ്പോൾ നമുക്ക് ചാപ്റ്റർ തീരുന്ന സമയത്ത് എന്ത് ചെയ്യാം? ഞാനൊരു ടൈം ലൈൻ ഉണ്ടാക്കിയിട്ട് നോട്ടിന് ഇവിടെ ആഡ് ചെയ്ത് തരാം. അപ്പോൾ ടൈം ലൈൻ വെച്ച് നമ്മൾ പഠിക്കുമ്പോഴത്തേക്കും വർഷങ്ങൾ പിന്നെ മറന്നു പോകത്തില്ല. അപ്പോൾ 28 തന്നെ വരുന്നതാണ് ബർദോളി പെസന്റ് മൂവ്മെൻറ്റ്. അപ്പോൾ എവിടെയാണ് ബർദോളി എന്ന് പറയുന്ന സ്ഥലം? ബർദോളി എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ്? അത് ഗുജറാത്തിലാണ്. എവിടെയാണ്?
ഗുജറാത്തിലാണ്. അപ്പോൾ സൈമൺ കമ്മീഷൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഓർമ്മ ഉണ്ടല്ലോ അല്ലേ. സൈമൺ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യുന്ന 27-ലും ഇന്ത്യയിലെത്തുന്ന 28-ലുമാണ്. എന്തായിരുന്നു? സർ ജോർജ് സൈമന്റെ നേതൃത്വത്തിൽ 7-അംഗ കമ്മീഷനായിരുന്നു ഇന്ത്യയിലേക്ക് വരുന്നത്. ഇതിൻ്റെ പ്രധാന പ്രശ്നം എന്തായിരുന്നു? എല്ലാവരും ബ്രിട്ടീഷുകാരായതുകൊണ്ട് തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അത് ബോയ്ക്കോട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ എന്ത് പറ്റി? സൈമൺ ഗോ ബാക്ക് മുദ്രാവാക്യവുമായിട്ട് ഫെബ്രുവരി 3 വരുന്നു. ലാലാ ലജ്പത് റായ് മരിക്കുന്നു. അപ്പോൾ ഇതിനും പകരമായിട്ട് നമ്മുടെ ഇന്ത്യക്കാർ ചേർന്നിട്ട് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കുന്നു. അതിൻ്റെ പേര് നെഹ്റു കമ്മിറ്റി റിപ്പോർട്ടും. അതും 28-ലാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഗുജറാത്തിൽ സംഭവം വരുന്നത്. ആരാണ്? നമ്മുടെ വല്ലഭായ് പട്ടേലും അതുപോലെ എന്താണ് അദ്ദേഹത്തിൻ്റെ സഹോദരനാണ് കേട്ടോ. ഈ വല്ലഭായ് പട്ടേൽ വല്ലഭായ് പട്ടേലിൻ്റെ ചേട്ടനാണ്. അതുപോലെ അബ്ബാസ് സിയാബ്ജിയുടെയൊക്കെ നേതൃത്വത്തിൽ ഗുജറാത്തിൽ ഒരു പെസന്റ് മൂവ്മെന്റ് വരുന്നു. അതായത് ഗുജറാത്തിൽ ഈ പറയുന്ന ലാൻഡ് ടാക്സ് എന്ന് പറയുന്നത് ഒരുപാട് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? വർദ്ധിപ്പിച്ചു. അപ്പോൾ ഇതിനെതിരെ നടക്കുന്ന പ്രക്ഷോഭമാണ് ഗുജറാത്തിലെ ബർദോളി എന്ന സ്ഥലത്ത് നടന്ന പ്രക്ഷോഭം. അതിൻ്റെ പേര് ബർദോളി സത്യാഗ്രഹം. ലൊക്കേഷൻ എവിടെയാണ്? ഗുജറാത്തിലെ ബർദോളിയിൽ. നേതാക്കന്മാരൊക്കെയാണ്? സർദാർ വല്ലഭായ് പട്ടേൽ, അതുപോലെ അബ്ബാസ് സിയാബ്ജി, വിത്തലഭായ് പട്ടേൽ. അപ്പോൾ 2 പട്ടേലും സഹോദരന്മാരാണ്. അബ്ബാസ് സിയാബ്ജി നമ്മുടെ ബോംബെ ഹൈക്കോടതി ജഡ്ജായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു? ഈ ജാലിയൻ വാലാബാഗിൻ്റെ പ്രശ്നമൊക്കെ കണ്ട് വിഷമിച്ച് നമ്മൾ ഇതിലോട്ട് ചേർന്ന് എന്ന് വെച്ചാൽ എന്താണ്? പ്രക്ഷോഭത്തിലോട്ട് ഇറങ്ങി വന്ന വ്യക്തിയാണ്. അപ്പോൾ കോസ് ഓഫ് അജിറ്റേഷൻ എന്തായിരുന്നു? ദ മെയിൻ കോസ് വാസ് ദാറ്റ് ദ ഇൻക്രീസ് ഇൻ ദ ലാൻഡ് ടാക്സ് ഇമ്പോസ്ഡ് ബൈ ദ ബ്രിട്ടീഷ് ഗവൺമെന്റ്. പെസന്റ് മൂവ്മെന്റ് എന്ത് ചെയ്തു? ടാക്സ് എന്ന് പറയുന്നത് സഹിക്കാൻ പറ്റാത്തതാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കിയിട്ട് അവരെന്ത് ചെയ്തു? ടാക്സ് കൊടുക്കത്തില്ല എന്ന് പറയുന്നു. നേരത്തെ നമ്മൾ നോൺ കോപ്പറേഷൻ പറഞ്ഞ പോലെ അവർ ടാക്സ് കൊടുക്കില്ല എന്ന് പറഞ്ഞ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്രിട്ടീഷ് ആസ് യൂഷ്വൽ എതിർക്കുന്നു. അവരെന്ത് ചെയ്യുന്നു? പെസൻസ് ടാക്സ് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? എന്നാൽ നിങ്ങൾ സാധനങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യും? ജപ്തി ചെയ്യുമെന്ന് പറഞ്ഞു വന്നു. അപ്പോൾ വല്ലഭായ് പട്ടേൽ പറഞ്ഞു എന്തായിരുന്നു? നമ്മൾ സമാധാനം, നമ്മൾ അടിക്കുകയും ഇതിയൊന്നും പോകണ്ട, നമ്മുടെ സാധനവുമാർക്ക് കിട്ടിയാലേ ജപ്തി ചെയ്തുകൊണ്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഈ പറയുന്ന കാർട്ടൺ സാധനമൊക്കെ എന്ത് ചെയ്യുക? ഊരി എടുത്ത് വല്ലയിടത്തും കൂടെ ഒളിപ്പിച്ചു പോയിട്ട് അവന്മാർ എങ്ങനെ എടുത്തുകൊണ്ട് പോകും നമുക്ക് കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ വിഷയം വഷളായി കത്തിക്കയറി. ആരറിഞ്ഞു? നമ്മുടെ ഗുജറാത്തുകാരനായിട്ടുള്ള മഹാത്മാഗാന്ധിജി അറിഞ്ഞു. ഗാന്ധിജി ഇടപെടുന്നു. എന്ത് ചെയ്തു? മോറൽ സപ്പോർട്ട് കൊടുക്കുന്നു. അങ്ങനെ മോറൽ സപ്പോർട്ടൊക്കെ കൊടുക്കുന്നു. ഔട്ട്കം എന്തായിരുന്നു? ഇവിടെ നമ്മൾ വിജയിക്കുകയാണ് ചെയ്തത്. ബ്രിട്ടീഷ് ഗവൺമെന്റ് ഫൈനലി റിവോക്ഡ് ദ ഇൻക്രീസ്ഡ് ടാക്സ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, വയലൻ്റായി പോയ വിഷയങ്ങളിൽ അവർ ആയുധമെടുത്ത് തിരിച്ച് നമ്മളെ അടിച്ചപ്പോൾ നമ്മൾ പലപ്പോഴും തോറ്റു. നോൺ വയലൻ്റ് ആയിട്ട് പോയപ്പോഴത്തേക്കും കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും പല കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാനും പറ്റി. അതാണ് ഈ പറഞ്ഞ നോൺ വയലൻസിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത്. അവിടെ ആയുധമെടുത്ത് പോകുമ്പോൾ അവന്മാരും വയലൻ്റ് ആവും, തോക്കെടുക്കും, വെടിവെക്കും, ആൾക്കാർ മരിക്കും, അതോടെ പരിപാടി തീരും. നോൺ വയലൻസ് ആകുമ്പോഴോ അവർക്ക് ആയുധം എടുക്കുന്ന ബുദ്ധിമുട്ടല്ലേ. ആയുധമില്ലാത്ത ഈ പറയുന്ന ജാലിയൻ വാലാബാഗിൽ എന്താ സംഭവിച്ചത്? ആയുധമില്ലാത്തൊരു കൂട്ടത്തിന് വെടിവെച്ചപ്പോഴാണ് ജനങ്ങൾക്ക് അത് ഇത്രയും വിഷയമായിട്ട് മാറിയത്. അതായത് അങ്ങോട്ടടിച്ചെങ്കിൽ തിരിച്ചടിക്കുന്ന വിഷയം വരത്തില്ല. പക്ഷേ ഈ പറയുന്ന അങ്ങോട്ടടിക്കാൻ നിരായുധരെ വെടിവെച്ചിടുക എന്ന് പറയുമ്പോൾ ഏത് നാട്ടുകാരനായാലും അതൊരു ക്രൂരതയായിട്ട് തോന്നും. ആ സ്വന്തം ബ്രിട്ടീഷുകാർക്ക് പോലും അതൊരു തെറ്റായിട്ട് തോന്നും. അപ്പോൾ അതാണ് നോൺ വയലൻസിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോൺ വയലൻസ് ആയിട്ടാണ് കൊണ്ടുപോയത്. അങ്ങനെ എന്ത് പറ്റി? നമ്മുടെ ഇന്ത്യൻ പെസന്റ് മൂവ്മെൻറ്റുകൾ വീണ്ടും ഒന്ന് സടകുടഞ്ഞ് വന്നു. അപ്പോഴത്തേക്കും നമ്മുടെ മഹാത്മാഗാന്ധിജി ആരെ വിളിച്ചു? വല്ലഭായ് പട്ടേലിനെ വിളിച്ചിട്ട് പറഞ്ഞു, പഹയ ഇതെന്തല്ല, ഇനി മുതൽ വെറും വല്ലഭായ് പട്ടേലല്ല, നിങ്ങൾ ഇനി മുതൽ എന്താണ്? സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് പറഞ്ഞ സർദാർ പദവിയൊക്കെ ആർക്ക് കൊടുക്കുന്നു? വല്ലഭായ് പട്ടേലിന്. ആര് കൊടുക്കുന്നു? ഗാന്ധിജി കൊടുക്കുന്നു. എന്തിനു ശേഷം കൊടുക്കുന്നു? ബർദോളി പെസന്റ് മൂവ്മെന്റിന് ശേഷം കൊടുക്കുന്നു. അങ്ങനെ നമ്മുടെ വല്ലഭായ് പട്ടേൽ സർദാർ വല്ലഭായ് പട്ടേലായിട്ട് മാറുന്നു. ദേശീയ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു മെയിൻ നേതാവായിട്ട് മാറുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലും അദ്ദേഹം മെയിൻ നേതാവായിട്ട് മാറുന്നു. നമ്മുടെ അങ്ങനെ ഇന്ത്യയുടെ ആദ്യത്തെ എന്തായിട്ട് മാറുന്നു? ആഭ്യന്തരമന്ത്രി അല്ലേ ആയിട്ട് എന്ത് ചെയ്യുന്നു? മാറുകയും ചെയ്യുന്നു. അയൺമാൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? നമ്മുടെ വല്ലഭായ് പട്ടേലാണ്. അപ്പോൾ ഇതാണ് പറയുന്നത്. ഇൻ 1928 ബർദോളി ഇൻ ഗുജറാത്ത് ബിക്കം ദ സൈറ്റ് ഓഫ് ദ സിഗ്നിഫിക്കൻറ്റ് പെസന്റ് മൂവ്മെന്റ് ലെഡ് ബൈ സർദാർ വല്ലഭായ് പട്ടേൽ, അബ്ബാസ് സിയാബ്ജി ആൻഡ് വിത്തലഭായ് പട്ടേൽ. മെയിൻ കാരണം എന്തായിരുന്നു? ഇൻക്രീസ് ഇൻ ദ ടാക്സ്. പെസൻസ് എന്ത് ചെയ്തു? പ്രൊട്ടസ്റ്റ് ചെയ്തു, പേ ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. ഗവൺമെന്റ് എന്ത് ചെയ്തു? അവരുടെ ലാൻഡും കാര്യങ്ങളൊക്കെ പിടിച്ചെടുത്തു. അപ്പോൾ അദ്ദേഹം എന്ത് പറഞ്ഞു? നിങ്ങൾ സാധനങ്ങളൊക്കെ ഒളിപ്പിച്ചു വെച്ചോളിയും, പിന്നെ അവന്മാർ പിടിക്കത്തില്ല. അപ്പോൾ ഗാന്ധിജി വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ കൊള്ളാം, എൻ്റെ അതേ പാതയിലാണ് അല്ലേ, അങ്ങനെ വരുന്ന ആളാണ് നിങ്ങളെന്ന് പറഞ്ഞിട്ട് കൂടെ കൂട്ടുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? സർദാർ പദവിയൊക്കെ കൊടുക്കുന്നു കേട്ടോ. അത് മനസ്സിലാക്കുക. അപ്പോൾ അതാണ് സംഭവം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ബർദോളി കർഷക മുന്നേറ്റം എന്ന് പറയുന്നത്. അപ്പോൾ 1928 ഗുജറാത്ത്. വേറെ വാക്കുകളൊന്നും മാറ്റമില്ലല്ലോ. വല്ലഭായ് പട്ടേലിൻ്റെ നേതൃത്വം. ബാക്കി കാര്യങ്ങൾ എന്തായിരുന്നു? അപ്പോൾ എന്തായിരുന്നു സമരത്തിൻ്റെ നീതി? നികുതി വർധനവായിരുന്നു സമരത്തിന് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്. നികുതി അടയ്ക്കാൻ വിസമ്മതിച്ചുകൊണ്ട് കർഷകർ എന്ത് ചെയ്തു? പ്രക്ഷോഭത്തിലോട്ട് വരുന്നു. അങ്ങനെ കൃഷിയിടങ്ങളും അതുപോലെ വളർത്തു മൃഗങ്ങളെയും വണ്ടികളെയും പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു? സർദാർ വല്ലഭായ് പട്ടേൽ നിങ്ങളുടെ വണ്ടിയും ഉപകരണങ്ങളും ഒക്കെ അഴിച്ച് പല ഭാഗങ്ങളിലാക്കി പല സ്ഥലങ്ങളിലാക്കി സൂക്ഷിക്കുക. പിന്നെ അവരെങ്ങനെ എടുത്തുകൊണ്ട് പോകും? വിഷയമല്ലേ. അങ്ങനെ പിന്നീട് ബ്രിട്ടീഷുകാർ ഇത് പിൻവലിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കോൺഗ്രസ് വീണ്ടും 22 നമ്മൾ ഇച്ചിരി ഒന്ന് മോശമായി പോയെങ്കിലും 28 നമ്മൾ കോൺഗ്രസ്സുകാരെന്ത് ചെയ്തു? വീണ്ടും ശക്തരായി വന്നു. അങ്ങനെ 1929
8 കാലം വരുമ്പോഴത്തേക്കും എന്ത് വരുന്നു? തൊട്ടടുത്ത വർഷമായി, ഏതാണ് 29 ലാഹോർ സമ്മേളനം വരുന്നു. എന്താണ് ലാഹോർ സമ്മേളനം? നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ 85 തുടങ്ങിയെങ്കിലും എല്ലാ കൊല്ലവും ഡിസംബർ മാസം ആകുമ്പോഴത്തേക്കും ഇവരെന്ത് ചെയ്യും? ഒരു കോൺഗ്രസ് കമ്മിറ്റി കൂടും. ഡിസംബർ നവംബർ മാസങ്ങളിലാണ് കമ്മിറ്റി കൂടുന്നത്. ഈ കമ്മിറ്റി പ്രകാരം ഇത് 85 ഓക്കെ. അപ്പോൾ ഈ കമ്മിറ്റി പ്രകാരം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തവണ 1929 വളരെ 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 ഇമ്പോർട്ടൻ്റ് ലാഹോർ സമ്മേളനം. എന്താണ് ലാഹോർ സമ്മേളനം? എവിടെ വെച്ച് നടക്കുന്നു? പാകിസ്ഥാനിലെ ലാഹോറിൽ വെച്ച് നടക്കുന്നു. ആരാണ് അധ്യക്ഷൻ? നമ്മുടെ ജവഹർലാൽ നെഹ്റു ആണ് അധ്യക്ഷൻ. അദ്ദേഹം പറഞ്ഞ പ്രസംഗം ഇവിടെ നോക്കിയേ. ഞാനൊരു റിപ്പബ്ലിക്കനും സോഷ്യലിസ്റ്റുമാണ്. എനിക്ക് രാജാക്കന്മാരിലും രാജകുമാരന്മാരിലും വിശ്വാസമില്ല. പുത്തൻ വ്യവസായ രാജാക്കന്മാരിൽ സൃഷ്ടിക്കുന്ന വ്യവസ്ഥയിലും എനിക്ക് വിശ്വാസമില്ല. എന്ന് വെച്ചാൽ ഇവിടെ എന്ത് വേണം? ഈ പറഞ്ഞ പരിപാടി വേണ്ട. അതായത് എന്ത്? രാജാക്കന്മാരും വേണ്ട. ഈ പറയുന്ന പുതിയ രാജാക്കന്മാരാരാ? ബ്രിട്ടീഷുകാരല്ലേ, വ്യവസായ രാജാക്കന്മാർ. നമ്മൾ ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം പഠിച്ചിട്ടല്ലേ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അവിടെ എന്താണ്? ഇവരാരും വേണ്ട. നമുക്ക് നമ്മുടേതായ എന്ത് വേണം? ഒരു ഭരണഘടനയും നമുക്ക് സ്വാതന്ത്ര്യവും വേണം. ആ സ്വാതന്ത്ര്യത്തിൽ ആരായിരിക്കണം രാജാക്കന്മാരുടെ ഭാഗത്ത് വരേണ്ടത്? ജനങ്ങളുടെ ജനനായകന്മാരായിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ കാര്യം മനസ്സിലായല്ലോ. കോൺഗ്രസ് കാര്യങ്ങൾ കുറച്ചുകൂടി കടുപ്പിക്കാൻ പോവുകയാണ്. അത് എന്ത് ചെയ്തു? 1929 ഡിസംബറിലെ ലാഹോറിലെ കോൺഗ്രസ് വാർഷിക സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു നടത്തിയ അധ്യക്ഷ പ്രസംഗം. അപ്പോൾ ഇതിൽ അധ്യക്ഷൻ ആരായിരുന്നു? 29 സമ്മേളനത്തിലെ ജവഹർലാൽ നെഹ്റു. ഓരോ വർഷവും ഓരോ അധ്യക്ഷന്മാരുണ്ട്. അധ്യക്ഷന്മാരുടെ പേരൊക്കെ ജസ്റ്റ് നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. പിന്നീട് നിങ്ങൾ വലിയ ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ. അപ്പോൾ ഈ ലാഹോർ സമ്മേളനത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുപ്രധാനമായ പല കാരണങ്ങളും നമ്മൾ ഈ സമ്മേളനത്തിലാണ് എടുക്കുന്നത്. എന്തൊക്കെയായിരുന്നു? ഒന്ന്, പൂർണ്ണ സ്വരാജ് ആവശ്യപ്പെട്ടു. അപ്പോൾ ഇതുവരെ നമ്മുടെ ഈ കോൺഗ്രസ് പോലും എന്ത് ചെയ്തിട്ടില്ല? കംപ്ലീറ്റ് ആയി നമ്മളുടെ സ്വാതന്ത്ര്യം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. ബ്രിട്ടീഷുകാർ കൂടെ ഉണ്ടായിക്കോട്ടെ, പക്ഷെ ഇന്ത്യക്കാർക്ക് അതിൻ്റെതായ വില തരണം എന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ആദ്യമായിട്ട് കോൺഗ്രസ് എന്ത് ആവശ്യപ്പെടുകയാണ്? പൂർണ്ണ സ്വരാജ് ആവശ്യപ്പെട്ടു. എന്ന് വെച്ചാൽ പൂർണ്ണമായും ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകണം, ഇന്ത്യക്കാർ ഭരിക്കും. അതിൻ്റെ ബഹുജന സമ്മേളനം ആരംഭിക്കാനായിട്ട് ആരെ ഏൽപ്പിക്കുന്നു? ഗാന്ധിജിയെ ഏൽപ്പിക്കുന്നു. അതായത് ഗാന്ധിജി നിങ്ങൾ വന്നാലേ കാര്യം നടക്കുകയുള്ളൂ. ഓക്കെ. അപ്പോൾ നെഹ്റു പറയുകയാണ്, ഗാന്ധിജി അന്നൊന്ന് പാളിപ്പോയി, നിങ്ങൾ പെട്ടെന്നൊരു മോട്ടിവേഷനിൽ എന്ത് ചെയ്തു? പെട്ടെന്നൊരു ഇമ്പൾസീവായ ഡിസിഷൻ എടുത്ത് നമ്മുടെ ചൗരി ചൗര വേണ്ടെന്ന് വെച്ചു. പക്ഷേ അത് തെറ്റായി പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്താണ്? നമ്മൾ വീണ്ടും ഇറങ്ങണം. നമ്മൾ എന്ത് ചെയ്യണം? ജനങ്ങളെ ഒന്നിച്ചു കൂട്ടണം. നമ്മൾ പ്രക്ഷോഭത്തിന് ഇറങ്ങണം. അങ്ങനെ ആദ്യമായിട്ട് നമ്മൾ ത്രിവർണ്ണ പതാകയും എന്ത് ചെയ്തു? സ്വീകരിച്ചു. അപ്പോൾ നമ്മൾ ട്രൈ കളർ ഫ്ലാഗ് സ്വീകരിക്കുകയും കൂടി ചെയ്യുന്ന എപ്പോഴാണ്? ഈ പറയുന്ന ലാഹോർ സമ്മേളനത്തിലാണ്. അപ്പോൾ ലാഹോർ സമ്മേളനത്തിലെ 3 പ്രധാനപ്പെട്ട ഈവൻറ്റുകൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ എന്താണ്? ഡിമാൻഡഡ് കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ്. ഇതിനെയാണ് നമ്മൾ മലയാളത്തിൽ പൂർണ്ണ സ്വരാജ് എന്ന്, ഹിന്ദിയിലും പൂർണ്ണ സ്വരാജ് എന്ന് പറയും. നമ്മൾ സാധാരണ കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് അല്ല, നമ്മൾ ഹിസ്റ്ററിയിലൊക്കെ പൂർണ്ണ സ്വരാജ് ആവശ്യപ്പെട്ടു എന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ. ആദ്യമായിട്ട് ആവശ്യപ്പെടുന്നു. അപ്പോൾ ഇതിനു മുമ്പ് പല സംഘടനകളൊക്കെ ചോദിച്ചിട്ടുണ്ട്. എങ്കിലും കോൺഗ്രസ് ആദ്യമായിട്ട് ഉന്നയിക്കുന്നത് ലാഹോർ സമ്മേളനത്തിലാണ്. ഇറ്റ് എൻട്രസ്റ്റഡ് ഗാന്ധിജി വിത്ത് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ലോഞ്ച് എ മാസ് മൂവ്മെന്റ് ടു അച്ചീവ് ദ ഗോൾ. അല്ലെ, ഗാന്ധിജി ഇറങ്ങണമെന്ന് പറഞ്ഞു. ട്രൈ കളർ ഫ്ലാഗ് വരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്, നിയമലംഘന പ്രസ്ഥാനത്തിന് ആര് സ്റ്റാർട്ട് ചെയ്യുന്നത്? നമ്മുടെ ഗാന്ധിജി സ്റ്റാർട്ട് ചെയ്യുന്നതും ഉപ്പ് സത്യാഗ്രഹത്തിലോട്ടൊക്കെ പോകുന്നു. അപ്പോൾ ദണ്ഡി മാർച്ചും ഉപ്പ് സത്യാഗ്രഹവും ഒരു എസ്സേക്ക് വേണ്ടിയുള്ള ടോപ്പിക്കുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇന്നിനിപ്പോൾ അതുകൂടി ഞാൻ പറയുന്നില്ല, കുറച്ച് കാര്യങ്ങളായല്ലോ. ഒരു 20 മിനിറ്റ് കൂടുതലൊന്നും ഞാൻ ക്ലാസ് മാക്സിമം എടുക്കാൻ നിൽക്കാറില്ല. ബോറടിക്കും, എനിക്കറിയാം. നിങ്ങളിപ്പോൾ തന്നെ പലരും 1x-ലൊക്കെ 2x-ലൊക്കെ ഇട്ടിട്ടായിരിക്കും 1.5x-ലൊക്കെ ഇട്ടായിരിക്കും ക്ലാസ് കാണുന്നത്. അത് മതി, സമയമുണ്ടല്ലോ. നമ്മുടെ ടോപ്പിക് സിലബസിൻ്റെ രീതി അനുസരിച്ച് ഈ മാസം കൊണ്ട് നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ ആവശ്യം, ഈ ചാപ്റ്റർ തുടങ്ങി വെച്ചാൽ മതി. നവംബർ കൊണ്ട് നമുക്ക് അവസാനത്തിന് മുമ്പ് എന്ത് ചെയ്യാം? തീർക്കാം. വെറുതെ സ്പീഡ് കൂട്ടി കുറേ ആവശ്യമില്ലാതെ സ്പീഡ് കൂട്ടി എടുക്കുമ്പോഴത്തേക്ക് എനിക്കൊരു സുഖം ഉണ്ടാകത്തില്ല പഠിപ്പിക്കുന്നതിന്. കുറച്ച് ടോപ്പിക്ക് ചെറിയ പാർട്ട്. ഓക്കെ, അങ്ങനെ പഠിപ്പിക്കുന്നത് എനിക്കിഷ്ടം. ഓക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ച് എന്ത് ചെയ്യാണ്? നിർത്തുകയാണ്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യും? ഇതിൻ്റെ ബാക്കി ഭാഗം നമ്മൾ പഠിക്കും. ഓക്കെ. അപ്പോൾ നന്നായി പഠിക്കുക. നോട്ട് കുറച്ചുകൂടിയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്യും? അപ്ലോഡ് ചെയ്യും. അപ്പോൾ അതിന് മുന്നേ നോട്ട് ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക? നമ്മൾ ഈ പറയുന്ന സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. ഇന്ന് പഠിപ്പിച്ച ഭാഗം ഞാൻ വേണമെങ്കിൽ ഇതാ കാണിച്ചു തരാം. എന്താ നോക്കൂ. റംബ റെബലിയൻ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. നോട്ട് എഴുതുന്നവർക്ക് വേണ്ടിയിട്ട് സൈമൺ കമ്മീഷൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. നോട്ട് എടുത്ത് വെച്ച് എഴുതാൻ പറ്റും. അടുത്ത നെഹ്റു കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തു. അതുപോലെ വരുന്നതാണ് എന്ത്? ബർദോളി പെസന്റ് മൂവ്മെൻറ്റ്. അതും എന്ത് ചെയ്യുക? ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കുക. അടുത്ത് വന്നാണ് എന്ത്? നമ്മുടെ ലാഹോർ കോൺഗ്രസ് സമ്മേളനം. പ്രസിഡൻഷ്യൽ അഡ്രസ് നടത്തിയത് ജവഹർലാൽ നെഹ്റു ആണ്. സിഗ്നിഫിക്കൻ്റ് ഔട്ട്കംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ചോദിക്കാൻ നല്ല സാധ്യതയുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് എന്ത് ചെയ്തോളണം? ഒന്ന് മാർക്ക് ചെയ്ത് പഠിച്ചോളണം. ഓക്കെ. അപ്പോൾ അതൊരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. അടുത്ത ക്ലാസ് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ടോപ്പിക്കായിട്ട് കാണാം.